എല്ലാ കാലത്തും DMK വന്നാൽ അല്ലെ ADMK വന്നാൽ അവരുടെ മന്ത്രി മാത്രം ഉണ്ടാവാറുള്ളൂ. അത് അറിഞ്ഞുകൊണ്ടുള്ള സഖ്യത്തിൽ നിൽക്കുക. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടുത്തെ പ്രശ്നം അതുണ്ട് എന്ന് അറിഞ്ഞു. മാത്രമല്ല ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ തമിഴ്നാട്ടിൽ ഇപ്പോഴും കോൺഗ്രസിന്റെ വോട്ട് ഷെയർ എത്രയാണ്? 10% വോട്ട് ഷെയർ. 9 ലോക്സഭാംഗങ്ങളെ കൊടുത്താണ് ലോക്സഭയിലേക്ക്, ഒരു രാജ്യസഭാംഗത്തെ കൊടുത്താണ്. അതായത് 10 പേർ ഈ സഖ്യത്തിന് വേണ്ടി കൈ ഉയർത്താൻ അവിടെ കൊടുത്താണ്. അപ്പോൾ ഏറ്റവും മിനിമം സ്റ്റാലിനോട് പോയി സംസാരിച്ച്, സ്റ്റാലിനോട് പോയി അനുവാദം വാങ്ങി, അല്ലെങ്കിൽ സ്റ്റാലിനോട് പോയി സംസാരിച്ച് പുറത്തു പോകുന്ന പറയുന്ന ഒരു രാഷ്ട്രീയ മര്യാദയാണ്. ആ രാഷ്ട്രീയ മര്യാദ ഉണ്ടായിട്ടില്ല അവിടെ. ഞാൻ രാഷ്ട്രീയ ഞാൻ പറഞ്ഞത് മുന്നണിയിൽ നിന്ന് രാഷ്ട്രീയ മര്യാദ. നിങ്ങൾ പറയുന്നത് കേട്ടാൽ DMK ഏതാണ്ട് ഈ DMKയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം അത് വളരെ ദൃഢമായിരുന്നു എന്നുള്ള വിധമാണല്ലോ. അങ്ങനെയല്ല. അവിടെ AIADMK ആയിട്ടും കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. AIADMK ആയിട്ട് പലപ്പോഴും പല നിർണായക ഘട്ടത്തിലും കോൺഗ്രസ് അവിടെ ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. 2014 UPA സർക്കാരിനുള്ള പിന്തുണ ശ്രീലങ്കൻ വിഷയത്തിൽ DMK പിൻവലിച്ചിട്ടുണ്ട്. അങ്ങനെ ആ നിലയിലൊക്കെയുള്ള ഈ ബന്ധങ്ങൾ പലപ്പോഴും ഉലഞ്ഞുമൊക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് തമിഴ്നാട്ടിൽ പിന്നീട് ഒരു ദുർബലമായി വരുന്ന, സമീപകാലങ്ങളിലൊക്കെ ദുർബലമായി വരുന്ന കാഴ്ചയ്ക്കാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗമൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട നേതൃമുഖങ്ങളില്ല എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. നേരത്തെ മൂപ്പനാരുടെ കാലത്ത് ആ നിലയിൽ എടുത്തുകാട്ടാൻ ഒരു നേതാവ് ഉണ്ടായിരുന്നു. പണ്ട് പഴയ കാലത്തെ കാമരാജിന്റെ കാലമൊക്കെ പറയുക എന്നുള്ളതല്ല, പിന്നീട് വന്നപ്പോൾ ഒരു മൂപ്പനാർ മാത്രം ഉണ്ടായിരുന്നു. ആ മൂപ്പനാരും ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് തമിഴ് മാനില കോൺഗ്രസുമായി പോയപ്പോൾ അവിടുത്തെ നേതാക്കളും പ്രവർത്തകരും ഒന്നടങ്കം ഈ TMCയിലേക്ക് പോവുകയും കോൺഗ്രസ്സുകാർ വളരെ അപൂർവമായി മാത്രം കാണുന്ന ഒരു പ്രതിഭാസമായി മാറുകയും ചെയ്തിരുന്നു. പിന്നെയാണ് പല നേതാക്കളും ഇതിലേക്ക് എത്തിയത്. ഇപ്പോഴും നമുക്ക് ദേശീയ തലത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള നേതാക്കളെന്ന് ഉയർത്തിക്കാട്ടാനൊക്കെയാണ് P. ചിദംബരം. ആ മണ്ഡലത്തിൽ കാര്യമായ പിന്തുണയോ വേരോട്ടമോ ഉള്ള ആളല്ല, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരാളല്ല. മണിശങ്കർ അയ്യർ തമിഴ്നാട്ടുകാരനായിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കേരളത്തിൽ വന്ന് പിണറായി വിജയനെയും LDF സർക്കാരിനെയും പുകഴ്ത്തി പ്രസംഗിച്ചിട്ട് പോയ ആളാണ്. മയിലാടുതുറയിൽ നിന്ന് പലവട്ടം MP ആയിട്ടുള്ള ഈ കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്ന മണിശങ്കർ അയ്യർ. അങ്ങനെ പല നേതാക്കളും, ജയന്തി നടരാജൻ കോൺഗ്രസിന്റെ ഒരു നേതാവായിരുന്നു, BJPയിലേക്ക് പോയി. മൂപ്പനാരുടെ മകൻ GK വാസൻ, അത് ഈ തമിഴ് മാനില കോൺഗ്രസിന്റെ ഒരു കഷണം ഇപ്പോഴും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. അദ്ദേഹം BJP സഖ്യത്തിനൊപ്പമാണ്, AIADMK സഖ്യത്തിനൊപ്പമാണ്. അങ്ങനെ ഈ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഉള്ളത് മാണിക്കം ടാഗോറാണ് പലപ്പോഴും എന്തെങ്കിലും തമിഴ്നാട് കോൺഗ്രസിന്റെ ഒരു ശബ്ദം എന്നുള്ള നിലയിലുള്ള ചില പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത്. മാണിക്കം ടാഗോർ തന്നെ വളരെ നേരത്തെ പറഞ്ഞു വിജയ് വലിയ സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടെന്നും വിജയ്ക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നു. അതിൽ നിന്ന് തന്നെ കോൺഗ്രസിന്റെ ഏതാണ്ട് ഇതിലുള്ള കാഴ്ചപ്പാട്. ദിലീപ് പറഞ്ഞത് ഇതെല്ലാം ശരിയാകുമ്പോഴും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ കോൺഗ്രസിന് എടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച തീരുമാനമാണ് ഇപ്പോൾ എടുത്തത്. അതിന് കാരണം വെച്ചാൽ ഏറ്റവും നല്ലൊരു അവസരം അവരുടെ മുന്നിൽ വന്നു എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ. AIADMK ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞു കോൺഗ്രസ് പിന്നിൽ നിന്ന് കുത്തി. എന്തിനാ അത്? DMK വരികയാണെങ്കിൽ വരട്ടെ, DMKക്കും സ്വാഗതം എന്ന് പ്രധാനമന്ത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.